ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡറാണ് വണ്ടി. അത് ജനറൽ സർവീസും അതേപോലെ ബാക്ക് റിമ്മിൻ്റെ ഭാഗത്ത് കോട്ടം വന്നിട്ട് അത് ലെവലിനെസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിമ്മൊക്കെ കൊണ്ടുപോയി നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് റിമ്മ് ലെവൽ ചെയ്യുന്നിടത്ത്. അപ്പോൾ ആ കമ്പിയൊക്കെ ചെറുത് ലൂസ് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ടയറിൻ്റെ അലൈൻമെൻറ്റും മാറിയിട്ടൊക്കെയാണ് കിടന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വെട്ടലാണ് കാണിച്ചിരുന്നത്. ഇപ്പം റിമ്മിൻ്റെ കമ്പിയൊക്കെ ടൈറ്റ് ചെയ്ത് ടയറിൻ്റെ അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഈ ടയർ ശ്രദ്ധിച്ചോ, കാരണം ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ട്. ഇതിൻ്റെ സെൻറ്റർ ശരിക്കും ഫ്ലാറ്റായിട്ടുള്ള തേമാനാണ്. അപ്പോൾ അതിൻ്റെ പാളിച്ചയായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്യണം കേട്ടോ. കാരണം സാധാരണ ടയറുമെന്ന് പറയുമ്പോൾ 2 വീലറിൻ്റെ ടയറുമ്പോൾ നമുക്ക് ഈ സെൻറ്റർ പോർഷൻ ഇവിടെ മാത്രമായിരിക്കും നമുക്ക് മെയിനായിട്ട് റോഡുമായിട്ട് ടച്ച് തന്നെ. അതിപ്പോൾ നമ്മൾ ഈ കറക്റ്റ് സെൻറ്ററായിരിക്കും ടച്ച് വരാം. നമ്മൾ ലോഡ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ട് ചെറുതായിട്ട് പതിയുന്നുള്ളൂ. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാവും, കറക്റ്റ് ഫ്ലാറ്റായിട്ടാണ് തേമാനം കേട്ടോ. അത് ഈ മോഡൽ ടയറിൻ്റെ പ്രോബ്ലമാണത്. കാരണം ടയറിൻ്റെ ഈ കട്ട നോക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചെടുക്കുക. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രശ്നം കൊണ്ടും വരും. ഇപ്പോൾ റിമ്മിൻ്റെ കേസൊക്കെ റെഡി ആയിട്ടുണ്ട്. ടയറിൻ്റെ അലൈൻമെൻറ്റും കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയും കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടയറിൻ്റെ പ്രശ്നമാണ്. എന്നാൽ ചെറിയൊരു പാളിച്ച പോലെ വരാൻ സാധ്യതയുണ്ട് ഈ ടയറിൻ്റെ തേമാനം കണ്ടിട്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. നമുക്കിപ്പോൾ കമ്പനി ലാൻഡറാണ് കിടക്കുന്നത്. അത്യാവശ്യം കുറച്ച് ക്യാമൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ ഈ സർവീസൊക്കെ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കണുണ്ട്. അപ്പോൾ ചെയിൻ ചെറുതായിട്ട് ലൂസുണ്ട്. അതൊന്ന് ടൈറ്റ് ചെയ്തൊന്ന് ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കാം. എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴല്ല, എയർ ഫിൽറ്റർ ഫോം ടൈപ്പാണ് നമുക്ക് ഈ മോഡലിന് വരാം. അപ്പോൾ അത് ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എന്തെങ്കിലും മാറ്റിയിടാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമുക്ക് ഹെഡിലേക്കൊക്കെ കരി കൂടുതൽ കയറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പൊല്യൂഷനിലേക്ക് ചെല്ലുമ്പോൾ പൊല്യൂഷൻ പാസ്സാവാനൊക്കെ സാധ്യത കുറവാണ്. കാരണം ഓൾറെഡി ഇപ്പോൾ തന്നെ കരി ഉണ്ടാവും അതിനകത്ത്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി തന്നെ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും അതിനകത്ത് നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം. എൻജിൻ ഓയിലിൻ്റെ കേസ് നോക്കുമ്പോൾ ഓയിൽ ലെവലൊക്കെ വ്യത്യാസമൊന്നുമില്ല, ലെവൽ കുറവൊന്നുമില്ല. കളർ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഓയിൽ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല എന്ന് പറഞ്ഞ കാരണം 100% നമുക്ക് ഇതിൻ്റെ കളർ നോക്കിയിട്ട് പറയാൻ പറ്റില്ല ഓയിലിൻ്റെ കണ്ടീഷനെ. കിലോമീറ്റർ ബേസ് നോക്കാം. 3000 കിലോമീറ്ററാണ് ശരിക്കും എൻ്റെ ഡ്രൈവിംഗ് പീരീഡ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിക്കില്ല. പിന്നെ ഈ ക്ലച്ചിൻ്റെ കേബിളും നമുക്ക് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം എന്ന് വെച്ചാൽ വലിയ പഴക്കം തോന്നണില്ല ക്ലച്ച് കേബിൾ. കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം നിലനിർത്താം. ഇനി അതല്ല ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിടണമായിരിക്കും നല്ലത്. കിടക്കുന്നത് കമ്പനി കേബിൾ തന്നെയാണ്, ഒറിജിനൽ കേബിളാണ് കിടക്കണേ. അപ്പം പിന്നെ ബാറ്ററി ഓൾറെഡി കംപ്ലീറ്റ് ആണ്. കൺവെർട്ടർ യൂണിറ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓൺ ഇൻഡിക്കേറ്ററൊക്കെ. പിന്നെ ഫ്രണ്ട് കോൺസെപ്റ്റിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളത് നോക്കുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുഴപ്പം കാണിക്കണില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടണമുണ്ട് കേട്ടോ. അത് അഴിച്ച് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നും ആയിട്ടില്ല. തൽക്കാലം കോൺ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒരു ഡീറ്റെയിൽ ആക്കിയിട്ട് വാട്സാപ്പിലേക്കൊന്ന് സെൻഡ് ചെയ്ത് തരാം. വർക്കൊന്ന് വൈകിട്ടത്തേക്ക് എടുക്കാം. നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നെ വിളിക്കാം എന്തെങ്കിലും കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ തരാം, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ.